ഹായ് ഓൾ, വെൽക്കം ടു എക്സാം ട്രാക്ക്. നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫെബ്രുവരി 16-ാം തീയതിയിലെയും 17-ാം തീയതിയിലെയും കുറച്ച് കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം: ഇന്ത്യയിൽ ആദ്യമായിട്ട് ലൈഫ് ഗാർഡുകൾക്ക് ഇൻഷുറൻസ് ഏർപ്പെടുത്തുന്ന സംസ്ഥാനം? ഇന്ത്യയിൽ ആദ്യമായിട്ട് ലൈഫ് ഗാർഡുകൾക്ക് ഇൻഷുറൻസ് ഏർപ്പെടുത്തുന്ന സംസ്ഥാനം? ഉത്തരം കേരളമാണ്. ഇന്ത്യയിൽ ആദ്യമായി ലൈഫ് ഗാർഡുകൾക്ക് ഇൻഷുറൻസ് ഏർപ്പെടുത്തുന്ന സംസ്ഥാനം കേരളമാണ്. അടുത്ത ചോദ്യം: 2024 ഫെബ്രുവരിയിലെ കണക്കുകൾ പ്രകാരം ലോകത്തിലെ മൂന്നാമത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തി ആരാണ്? 2024 ഫെബ്രുവരിയിലെ കണക്കുകൾ പ്രകാരം ലോകത്തിലെ മൂന്നാമത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തി ഏതാണ്? ഉത്തരം ജർമ്മനിയാണ്. ജർമ്മനിയാണ് ലോകത്തിലെ മൂന്നാമത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തി. ഇത് 2024 ഫെബ്രുവരിയിലെ കണക്കുകൾ പ്രകാരമാണ്. അടുത്ത ചോദ്യം: ഇന്ത്യൻ ബാങ്ക്സ് അസോസിയേഷൻ്റെ ഏറ്റവും മികച്ച ടെക്നോളജി ബാങ്ക് അവാർഡ് നേടിയത് ഏത് ബാങ്കാണ്? ഇന്ത്യൻ ബാങ്ക്സ് അസോസിയേഷൻ്റെ ഏറ്റവും മികച്ച ടെക്നോളജി ബാങ്ക് അവാർഡ് നേടിയത് ഏത് ബാങ്കാണ്? ഉത്തരം സൗത്ത് ഇന്ത്യൻ ബാങ്ക്. ഇന്ത്യൻ ബാങ്ക്സ് അസോസിയേഷൻ്റെ ഏറ്റവും മികച്ച ടെക്നോളജി ബാങ്ക് അവാർഡ് നേടിയത് സൗത്ത് ഇന്ത്യൻ ബാങ്കാണ്. അടുത്ത ചോദ്യം: ക്ഷീരോത്പാദന രംഗത്ത് മികച്ച വിജയം കൈവരിച്ച കർഷകർക്ക് ക്ഷീരവകുപ്പ് നൽകുന്ന സംസ്ഥാന ക്ഷീര സഹകാരി അവാർഡിന് അർഹനായത് ആരാണ്? ക്ഷീരോത്പാദന രംഗത്ത് മികച്ച വിജയം കൈവരിച്ച കർഷകർക്ക് ക്ഷീരവകുപ്പ് നൽകുന്ന സംസ്ഥാന ക്ഷീര സഹകാരി അവാർഡിന് അർഹനായത് ആരാണ്? ഉത്തരം KB ഷൈനാണ്. KB ഷൈനാണ് സംസ്ഥാന ക്ഷീര സഹകാരി അവാർഡിന് അർഹനായത്. അടുത്ത ചോദ്യം: 2024 ഫെബ്രുവരിയിലെ ഫിഫ പുരുഷ റാങ്കിങ്ങിൽ ഇന്ത്യയുടെ സ്ഥാനം എത്ര? 2024 ഫെബ്രുവരിയിലെ ഫിഫ പുരുഷ റാങ്കിങ്ങിൽ ഇന്ത്യയുടെ സ്ഥാനം എത്ര? ഉത്തരം 117. 2024 ഫെബ്രുവരിയിലെ ഫിഫ പുരുഷ റാങ്കിങ്ങിൽ ഇന്ത്യയുടെ സ്ഥാനം എത്ര? ഉത്തരം 117. അടുത്ത ചോദ്യം: ബർമ്മ മുതൽ ഗൾഫ് രാജ്യങ്ങൾ വരെ വൻ നാശം വിതയ്ക്കുന്ന ചുഴലിക്കാറ്റുകളെ കൃത്യതയോടെ മുൻകൂട്ടി കണ്ടെത്താനും അതുപോലെ നിരീക്ഷിക്കാനും പ്രവചിക്കാനും സഹായിക്കുന്ന മൂന്നാം തലമുറ കാലാവസ്ഥാ ഉപഗ്രഹമായിട്ടുള്ള ഇൻസാറ്റ് 3DS ISRO വിക്ഷേപിക്കുന്നത് എന്നാന്ന് ചോദിച്ചിട്ടുണ്ട്. 2024 ഫെബ്രുവരി 17-നാണ്. ശ്രീഹരിക്കോട്ടയിൽ നിന്നാണ്. 2024 ഫെബ്രുവരി 17-നാണ് ശ്രീഹരിക്കോട്ടയിൽ നിന്നാണ്. കാലാവസ്ഥാ ഉപഗ്രഹമാണ്. പേര് ഇൻസാറ്റ് 3DS. ഇൻസാറ്റ് 3DS. അടുത്ത ചോദ്യം: സ്കൂളുകളിൽ കുട്ടികൾ കൃത്യമായി വെള്ളം കുടിക്കുന്നുണ്ടോ എന്ന് ഉറപ്പാക്കാൻ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആരംഭിക്കുന്ന സംവിധാനം? സ്കൂളുകളിൽ കുട്ടികൾ കൃത്യമായിട്ട് വെള്ളം കുടിക്കുന്നുണ്ടോ എന്ന് ഉറപ്പാക്കാനായിട്ട് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആരംഭിക്കുന്ന സംവിധാനം? ഉത്തരം വാട്ടർ ബെൽ. എന്താണ് വാട്ടർ ബെൽ? അടുത്ത ചോദ്യം: ടെസ്റ്റ് ക്രിക്കറ്റിൽ 500 വിക്കറ്റ് തികയ്ക്കുന്ന രണ്ടാമത്തെ ഇന്ത്യക്കാരൻ? ടെസ്റ്റ് ക്രിക്കറ്റിൽ 500 വിക്കറ്റ് തികയ്ക്കുന്ന രണ്ടാമത്തെ ഇന്ത്യക്കാരൻ? ഉത്തരം R അശ്വിൻ. ആരാണ്? R അശ്വിൻ. ടെസ്റ്റ് ക്രിക്കറ്റിൽ 500 വിക്കറ്റ് തികയ്ക്കുന്ന രണ്ടാമത്തെ ഇന്ത്യക്കാരനാണ് R അശ്വിൻ. അടുത്ത ചോദ്യം: 17-ാം ലോക്സഭയിലെ മികച്ച പ്രകടനത്തെ അടിസ്ഥാനമാക്കിയുള്ള സൻസദ് മഹാരത്ന അവാർഡിന് അർഹനായത് ആരാണ്? 17-ാം ലോക്സഭയിലെ മികച്ച പ്രകടനത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ള സൻസദ് മഹാരത്ന അവാർഡിന് അർഹനായത് ആരാണ്? ഉത്തരം NK പ്രേമചന്ദ്രൻ. NK പ്രേമചന്ദ്രൻ. ഏത് അവാർഡിനാണ് അർഹനായത്? സൻസദ് മഹാരത്ന. സൻസദ് മഹാരത്ന ആർക്കാ കിട്ടിയത്? NK പ്രേമചന്ദ്രൻ. അടുത്ത ചോദ്യം: വനിതാ ടെസ്റ്റ് ക്രിക്കറ്റിലെ വേഗമേറിയ ഇരട്ട സെഞ്ചുറി നേടിയ ഓസ്ട്രേലിയൻ താരം? വനിതാ ടെസ്റ്റ് ക്രിക്കറ്റിലെ വേഗമേറിയ ഇരട്ട സെഞ്ചുറി നേടിയ ഓസ്ട്രേലിയൻ താരം ആരാണ്? അന്നാബെൽ സദർലാൻഡ്. അന്നാബെൽ സദർലാൻഡ്. അന്നാബെൽ സദർലാൻഡ്. അതായത് വനിതാ ടെസ്റ്റ് ക്രിക്കറ്റിലെ വേഗമേറിയ ഇരട്ട സെഞ്ചുറി നേടിയിട്ടുള്ള ഓസ്ട്രേലിയൻ താരമാണ് അന്നാബെൽ സദർലാൻഡ്. അന്നാബെൽ സദർലാൻഡ്. 2022-23 വർഷത്തെ
മികച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള സ്വരാജ് ട്രോഫി പുരസ്കാരങ്ങൾ പ്രഖ്യാപിക്കുകയുണ്ടായി. നമുക്ക് അതും കൂടെ ഒന്ന് നോക്കാം. അതിൽ മികച്ച ഗ്രാമപഞ്ചായത്തായിട്ട് ഒന്നാം സ്ഥാനത്ത് വന്നിരിക്കുന്നത് വലിയ പറമ്പയാണ്. വലിയ പറമ്പ, കാസർഗോഡ് ജില്ലയിലെ വലിയ പറമ്പയാണ് മികച്ച ഗ്രാമപഞ്ചായത്തായിട്ട് ഒന്നാം സ്ഥാനത്ത് വന്നിട്ടുള്ളത്. രണ്ടാം സ്ഥാനം മുട്ടാർ, ആലപ്പുഴ ജില്ലയിലെ മുട്ടാറാണ്. മൂന്നാം സ്ഥാനം മരങ്ങാട്ടുപിള്ളി, മരങ്ങാട്ടുപിള്ളി കോട്ടയം ജില്ലയിലെ. അപ്പോൾ മികച്ച ഗ്രാമപഞ്ചായത്തായിട്ട് ഒന്നാം സ്ഥാനത്ത് വന്നിരിക്കുന്നത് വലിയ പറമ്പ, രണ്ടാം സ്ഥാനത്ത് മുട്ടാർ, മൂന്നാം സ്ഥാനത്ത് മരങ്ങാട്ടുപിള്ളി. മികച്ച ബ്ലോക്ക് പഞ്ചായത്തായിട്ട് ഒന്നാം സ്ഥാനത്ത് വന്നിട്ടുള്ളത് 3 ബ്ലോക്ക് പഞ്ചായത്തുകളാണ്. നീലേശ്വരം കാസർഗോഡ് ജില്ല, പെരുമ്പടപ്പ് മലപ്പുറം ജില്ല, വൈക്കം കോട്ടയം ജില്ല. അതായത് കാസർഗോഡ് ജില്ലയിലെ നീലേശ്വരം, മലപ്പുറം ജില്ലയിലെ പെരുമ്പടപ്പ്, കോട്ടയം ജില്ലയിലെ വൈക്കം. നീലേശ്വരം, പെരുമ്പടപ്പ്, വൈക്കം തുടങ്ങിയിട്ടുള്ള ബ്ലോക്ക് പഞ്ചായത്തുകളാണ് മികച്ച ബ്ലോക്ക് പഞ്ചായത്തുകളായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. പിന്നെ മികച്ച ജില്ലാ പഞ്ചായത്ത്, അതിൽ ഒന്നാം സ്ഥാനം നേടിയിട്ടുള്ളത് തിരുവനന്തപുരമാണ്. മികച്ച ജില്ലാ പഞ്ചായത്ത് ഒന്നാം സ്ഥാനം നേടിയിട്ടുള്ളത് തിരുവനന്തപുരമാണ്. രണ്ടാം സ്ഥാനം നേടിയിട്ടുള്ളത് കൊല്ലമാണ്. അതുപോലെ മികച്ച നഗരസഭ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി, അതിൽ ഒന്നാം സ്ഥാനം നേടിയിട്ടുള്ളത് ഗുരുവായൂർ, തൃശ്ശൂർ ജില്ലയിലെ ഗുരുവായൂർ. രണ്ടാം സ്ഥാനം നേടിയിട്ടുള്ളത് വടക്കാഞ്ചേരി, തൃശ്ശൂർ ജില്ലയിലെ തന്നെ വടക്കാഞ്ചേരി. മൂന്നാം സ്ഥാനം നേടിയിട്ടുള്ളത് ആന്തൂർ, കണ്ണൂർ ജില്ലയിലെ ആന്തൂർ. മികച്ച നഗരസഭ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി, അതിൽ ഒന്നാം സ്ഥാനം തൃശ്ശൂർ ജില്ലയിലെ ഗുരുവായൂർ, രണ്ടാം സ്ഥാനം തൃശ്ശൂർ ജില്ലയിലെ വടക്കാഞ്ചേരി, മൂന്നാം സ്ഥാനം കണ്ണൂർ ജില്ലയിലെ ആന്തൂർ. അതുപോലെ മികച്ച മുനിസിപ്പൽ കോർപ്പറേഷൻ, അതിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയിട്ടുള്ളത് തിരുവനന്തപുരമാണ്. അടുത്തത് മഹാത്മാ പുരസ്കാരങ്ങൾ, അതിൽ മികച്ച ഗ്രാമപഞ്ചായത്തായിട്ട് വന്നിട്ടുള്ളത് ഒന്നാം സ്ഥാനം വെള്ളറട, തിരുവനന്തപുരം ജില്ലയിലെ വെള്ളറട. അതുപോലെ തന്നെ മലപ്പുറം ജില്ലയിലെ എടപ്പാൾ. രണ്ടാം സ്ഥാനം കള്ളിക്കാട്, തിരുവനന്തപുരം ജില്ലയിലെ കള്ളിക്കാട്. അതുപോലെ തന്നെ മൂന്നാം സ്ഥാനം പാലക്കാട് ജില്ലയിലെ പുത്തൂർ. മികച്ച ബ്ലോക്ക് പഞ്ചായത്ത്, ഈ മഹാത്മാ പുരസ്കാരങ്ങളുടെ അടിയിൽ മികച്ച ഗ്രാമപഞ്ചായത്തും അതുപോലെ മികച്ച ബ്ലോക്ക് പഞ്ചായത്തും ഉണ്ട്. അതിൽ മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് 3 എണ്ണമാണ്. അതിൽ ഒന്നാം സ്ഥാനത്ത് പെരിങ്കടവിള, തിരുവനന്തപുരം ജില്ലയിലെ പെരിങ്കടവിള. രണ്ടാം സ്ഥാനം അട്ടപ്പാടി, പാലക്കാട് ജില്ലയിലെ അട്ടപ്പാടി. മൂന്നാം സ്ഥാനം ആലപ്പുഴ ജില്ലയിലെ കന്നിക്കുഴി, ആലപ്പുഴ ജില്ലയിലെ കന്നിക്കുഴി. പിന്നീട് മഹാത്മാ അയ്യങ്കാളി പുരസ്കാരങ്ങൾ, അതിൽ മികച്ച നഗരസഭ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി. ഒന്നാം സ്ഥാനം വന്നിരിക്കുന്നത് വടക്കാഞ്ചേരി, തൃശ്ശൂർ ജില്ലയിലെ വടക്കാഞ്ചേരി. രണ്ടാം സ്ഥാനം വന്നിട്ടുള്ളത് കോട്ടയം ജില്ലയിലെ വൈക്കം. മികച്ച മുനിസിപ്പൽ കോർപ്പറേഷൻ കൊല്ലാണ്, ഒന്നാം സ്ഥാനത്ത് വന്നിട്ടുള്ളത് കൊല്ലാണ്.